സൗദി അറേബ്യൻ തെരുവുകളിലൂടെയുള്ള ഒരു യാത്ര. തെരുവ് കാഴ്ചകൾ കണ്ടു നടക്കുമ്പോൾ അവിടെ ചുട്ട ഇറച്ചിയും പോട്ടട്ടയും സമൂസയും ഉറുഗാനഫും ഒക്കെ കണ്ടു. ഒരാൾ നിന്ന് ചുട്ട ഇറച്ചി വിൽക്കുന്നു. ഒരു കമ്പിൽ കോർത്ത് വച്ചിരിക്കുന്നതിന് 5 റിയാലാണ് വില. ഇത് കുബൂസിനകത്ത് വച്ച് മൈനോണീസും ഇലകളുമൊക്കെ വച്ച് ഈ മനുഷ്യൻ നമുക്ക് തരും. അതിന് 5 റിയാലാണ് വില. അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് ദാണ്ട് ഈ കാണുന്നതാണ് ഒറുഗാനഫ്. നമ്മുടെ മുന്തിരി ഇലയിൽ ചോറൊക്കെ വച്ചുണ്ടാക്കുന്നൊരു സാധനമാണ്. പിന്നെ സമൂസയുണ്ട്. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഈ തെരുവ് കച്ചവടത്തിനിടയിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇതാണ് ഒറുഗാനഫ് എന്ന് പറയുന്നത്. ഇത് മുന്തിരി ഇലയ്ക്കകത്ത് ചോറൊക്കെ വെച്ചുണ്ടാക്കുന്നൊരു സാധനമാണ്. ഇതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടറ്റോ ഫ്രൈയും പൊട്ടറ്റോ ഈ റൗണ്ടായിട്ടൊക്കെ അരിഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. ഒരു കമ്പിൽ കുത്തി അത് കൊടുക്കുന്നത്. അതിൻ്റെ എല്ലാം വില 5 റിയാലാണ്. പൊട്ടറ്റോ ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ എണ്ണയ്ക്കകത്തിട്ട് നല്ല ശുദ്ധമായ എണ്ണയ്ക്കകത്തൊക്കെയാണ് അത് ചെയ്യുന്നത്. ഔട്ട് സൈഡിലാണെങ്കിലും അത് നല്ല വൃത്തിയായിട്ടും കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. റോഡിലാണ് ഇത് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു രീതി ബിസിനസ്സാണിത്. വേണ്ട നമ്മുടെ പൊരി എല്ലാം ഇവിടെ ഉണ്ട്. കോൺഫ്ലവർ, ജ്യൂസ്, അങ്ങനെ എല്ലാ ഫുഡ് ഐറ്റങ്ങളും ഇവിടെ കിട്ടും. ഇതെന്ന് പറയുന്നത് ഈ ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഒരു ചന്ത പോലുള്ള ഒരു സംവിധാനം. അങ്ങനെ ഒരു സംവിധാനമാണ് ഇതുള്ളത്. ഈ ആഴ്ചയിൽ ഒരു ദിവസം താണ്ട് ചോളനൊക്കെ പൊരിച്ച് കൊടുക്കുന്നത്. എല്ലാം ചോളൻ അവിച്ചിട്ട് അതിനകത്ത് പിന്നെ നെയ്യും ഒക്കെ ചേർത്തിട്ടാണ്, നെയ്യും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് അതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ. ഇത് യമൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ആൾക്കാരാണ് ഈ കൊണ്ടുവന്ന് വിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അങ്ങാടി കടകളിൽ കിട്ടുന്ന എല്ലാ ഐറ്റവും, കുങ്കുമപ്പൂ മുതൽ ഉണങ്ങിയ നാരങ്ങ മുതൽ സകല സാധനവും, നെയ്യ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടും. ഇവർ വണ്ടിക്കകത്താണ് കൊണ്ടുവന്നത്. ഒരു വണ്ടിക്കകത്താണ് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ച് നമ്മൾ സ്റ്റാള് പോലെ ആണിത് ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, പിന്നെ നമ്മുടെ നാട്ടിലെ മിച്ചർ പോലുള്ള സാധനങ്ങൾ ഒക്കെ കൊണ്ടുവച്ചിട്ട് ഇവിടെ വിൽക്കുന്നുണ്ട് അവർ. എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ച് ഇപ്പോൾ ഇവിടെ കസ്റ്റമർ വരണമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 മണിയോളം ആവും. ഇപ്പോൾ ഇവിടെ 4 മണിയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്തെന്ന് പറയുന്നത് എല്ലാം കൊണ്ടുവന്നിങ്ങനെ നിരത്തിയൊക്കെ വയ്ക്കുന്ന ഒരു സമയമാണ്. ബ്രേസർ, ബാഗ്, ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് തന്നെ. ടിഷ്യൂ പേപ്പർ ഒക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ വന്നിട്ടുണ്ട്. ടോയ്സ് ഇതോ വല സൈഡ് കാണുന്ന ടോയ്സാണ്. ഇത് ബ്രേസർ, ചെരുപ്പ്, പിന്നെ പർദ്ദയുണ്ട്, പർദ്ദയുടെ കടയുണ്ട്. അങ്ങനെ ഒരു വീട്ടിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൽ വന്നാൽ കിട്ടും. ഇതൊരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് ആഴ്ചയിൽ 2 ദിവസം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു ബുധനാഴ്ച ദിവസവും ഒന്ന് വെള്ളിയാഴ്ചയും. ഈ 2 ദിവസം ഇതുപോലെ ആൾക്കാർ കൊണ്ടുവന്ന് ഇങ്ങനെ സ്കാഫോൾഡിങ്ങൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് അതിലാണ് ഈ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്. ഇത് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ ബംഗ്ലാദേശുകാർ, ഇന്ത്യൻസൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ഇപ്പോൾ ഇന്ത്യൻസ് തീരെ ഇല്ല. ബംഗ്ലാദേശുകാരും സൗദികളുമാണ് ഇപ്പോൾ കൂടുതലുള്ളത്. പിന്നെ ഇവിടെ കൂടുതൽ കിട്ടുന്നത് വെജിറ്റബിളാണ്. വെജിറ്റബിളിൻ്റെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ കിട്ടും. തുണികൾ, പാൻറ്റ്, ഷർട്ട്, ബ്രേസർ, എല്ലാ സാധനങ്ങളും. ഈ കച്ചവടക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. ഈ മാർക്കറ്റിൽ ഏകദേശം ഒരു 4 വണ്ടിയോളം ഞാനിത് കണ്ടായിരുന്നു, ഈ സാധനങ്ങൾ വിൽക്കുന്നവർ. പിന്നെ ഫ്രൂട്ട്സാണ്. അതാണ്ട് ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുന്ന സാധനമല്ല. കണ്ട ഇങ്ങനെ ഈ റൗണ്ടായിട്ട് നമ്മൾ ഏകദേശം ഉഴുന്നുവട പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പിലുള്ള ഒരു സാധനമാണ് ഇത്. പിന്നെ അറിയാലും ജെറി ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമുണ്ട്. 5 റിയാൽ ഇത് ചോദിച്ചപ്പോൾ 5 റിയാലാണെന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഇതിനൊരു 300-400 രൂപയൊക്കെ ഒരു കിലോയ്ക്കൊക്കെ ഉള്ളതാണ് സാധനം. ഇവിടെയൊക്കെ വെറും 5 റിയാലേ ഉള്ളൂ. അത് 1/2 കിലോയോളം വരും. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതാണ് ഈ ചീനിക്കിഴങ്ങ്. അത് ഈ ബോക്സിനകത്താണ് വരുന്നത്. നല്ല വൃത്തിയായിട്ടൊക്കെ വരുന്നുണ്ട്. ഇത് ഷമ്മാമ് പോലത്തെ ഒരു സാധനമുണ്ട്. ഷമ്മാമിൻ്റെ ഒരു മഞ്ഞ കളറാണല്ലോ അതാണ്ട് ഇരിക്കുന്നത് ഷമ്മാം. ഇത് ഷമ്മാമിൽ തന്നെ വേറൊരു ഐറ്റമാണ്. ഇതിന് പറയുന്നത് ഷമ്മാമെന്ന് തന്നെ പറയുന്നത്, പക്ഷേ അത് വേറൊരു ഐറ്റമാണ്. മാതളങ്ങയാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു മാതളങ്ങ എന്തായാലും നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ സൈസ് മാതളങ്ങയാണ് കിട്ടുന്നത്. ഇവിടുത്തെ മാതളങ്ങ എന്ന് പറഞ്ഞാൽ വലുതാണ്. ഇത് ഈജിപ്തിൽ നിന്ന് വരുന്നതാണ്.
ഇത് പിന്നെ ഇല ഐറ്റങ്ങളാണ് അറിയാമല്ലോ. ഇവർക്ക് ഈ സൗദികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ഇറച്ചി മാംസ ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഇലകൾ കഴിക്കുന്നത്. അതുകൊണ്ട് ഈ കാണിക്കുന്നതിന് ജെർജിൻ എന്ന് പറയുന്നത്. ജെർജിൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ചെറിയ ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ചെറിയ ഇലയാണ്. ഈ ഞാൻ എടുത്ത് കാണിച്ചത് അത് വലിയ ഇല സൈസാണ്. ഇത് 1 റിയാലേ ഉള്ളൂ ഈ ഒരു കെട്ടിന്. ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സാധനം ഈ ജെർജിനാണ്. ജെർജിന് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ കൊഴുപ്പുണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ദർപ്പ പുല്ലുണ്ടല്ലേ, നമ്മുടെ നാട്ടിൽ കുതിരയ്ക്ക് കൊടുക്കുന്ന പുല്ലാണ് ഇത്. ഇവിടെ ഈ മറ്റേ ഒരു സാധനം അത് ഉള്ളിയല്ല, അത് മുത്തപ്പാക്കെന്ന് പറയുന്നൊരു സാധനമാണ്. മുത്തപ്പാക്കെന്ന് പറയുന്ന സാധനത്തിൽ ഈ ഇലയാണ് അത് കൂടുതലാണ്. ഈ ദർപ്പപ്പുല്ല് പോലത്തെ ഇലയാണ് കൊടുക്കുന്നത്. ഈത്തപ്പഴം ഉണ്ട്. ഈത്തപ്പഴം നല്ല പഴുക്കാത്ത രീതിയിലുള്ള, ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈത്തപ്പഴത്തിനെക്കുറിച്ച്. ശകലം തുമ്പ് മാത്രം പഴുക്കുന്ന ഒരു ഈത്തപ്പഴമാണ്. അത് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാണ്ട് ഈ മുന്തിരി ഉണ്ടോ, ഇതൊക്കെ നമ്മൾ 7 റിയാലേ ഉള്ളൊരു വില. ചോദിച്ചപ്പോൾ 1 കിലോയ്ക്ക് 7 റിയാൽ. ഈ സാധനത്തിന് നമ്മുടെ നാട്ടിൽ ഏകദേശം 400 രൂപയോളം വിലയുണ്ട്. അത്രയും വിലയുള്ള മുന്തിരിയാണ്. ഇവിടെയൊക്കെ വളരെ ചീപ്പായിട്ടാണ് കിട്ടുന്നത്. ഇതൊക്കെ ഈ ബോക്സിനകത്തിരിക്കുന്ന പഴങ്ങളെല്ലാം 5 റിയാലാണ്. ഈ 5 റിയാലിന് ഏകദേശം 1 കിലോ അടുപ്പിച്ച പഴങ്ങളെല്ലാം വരും. ഇതൊക്കെ നല്ല ലാഭത്തിനാണ് ഇവിടെ കിട്ടുന്നത്. എല്ലാവരും അത് വാങ്ങിക്കുന്നുമുണ്ട്. സൗദികളാണ് കംപ്ലീറ്റ് വാങ്ങിക്കുന്നത്. വിദേശികളും വാങ്ങിച്ചുകൊണ്ട് പോകും വന്ന്. പിന്നെ ഇവിടെ കണ്ടില്ലായിരുന്നു, എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവന്ന് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ടവലും അങ്ങനെയുള്ള ഈ പെണ്ണ് കിച്ചണിൽ ഉപയോഗിക്കാനുള്ള ഈ അടപിടിക്കുന്ന തുണി, അത് ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ ഈ ഇടത് സൈഡ് കാണുന്നത്. അത്രയും 2 പയ്യന്മാർ സൗദിയുടെ കൊടിയൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ സൈക്കിളിൽ വെട്ടി പോകണം. സൗദി പയ്യന്മാരാണ് പോണത്. 2 പേരും ചവിട്ടി ഇങ്ങനെ പോകണം. ഒരാളടുത്ത് കാണിക്കുന്നുണ്ട് മുട്ടായി. ഇത് മുട്ടായി അല്ല, ഇത് പെണ്ണുങ്ങളുടെ എന്താ സാധനമാണെന്ന് തോന്നുന്നു. എന്തൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നു. ബാഗ് എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ ബ്ലാങ്കറ്റൊക്കെ അതുണ്ട്. ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ് എല്ലാ സാധനവും ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അല്ല, ഇത് അലവയ്യാത്തെന്ന് പറയും. അലവയ്യാത്തെന്ന് പറഞ്ഞത് മുട്ടായി ആയിട്ട് ചോക്ലേറ്റ്. സ്കൂളുള്ള ദിവസമൊക്കെ ഈ പിള്ളേർക്കൊക്കെ കാലത്തെ സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയൊക്കെ ഇതെല്ലാം വാങ്ങിക്കും. അങ്ങനെയാണ് സൗദി അറേബ്യയിലെ തെരുവ് കാഴ്ച.